ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ അത് വീണ്ടും ഞാൻ അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായ നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ പൊറാട്ടയോ പത്തിരിയോ അതേപോലെ ചപ്പാത്തിയൊക്കെ ബാക്കി ഉണ്ടാവൂലേ. അപ്പൊ ഒരുപാടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിലൊക്കെ വെള്ളം വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ചൂടാക്കി എടുക്കുക. പക്ഷെ ഒന്നോ രണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പുട്ടാണെങ്കിലും പൊറാട്ട ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, ഇതേപോലെ നമ്മൾ പുട്ടുങ്ങിൻ്റെ കുറ്റിയിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ പൊറാട്ടയൊക്കെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. പിന്നെ അതേപോലെ വെള്ളപ്പാകുമ്പോൾ നമുക്ക് ഒരുപാടെണ്ണമൊന്നും ഒരുമിച്ചിടാൻ കഴിയില്ല. വെള്ളപ്പാകുമ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ഇട്ടെടുക്കുക. അപ്പോൾ ഇതാക്കുന്ന പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. നല്ല സോഫ്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. കണ്ടില്ലേ നിങ്ങൾ, നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ വെള്ളപ്പവും ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാനിതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് പിന്നെ കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. നമ്മൾ ഒരുപാടുണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ഇഡ്ഡലി ചെമ്പിലൊക്കെ ഇട്ടാൽ നമുക്കതൊരു മുതലാവും. പക്ഷെ ഒന്നോ രണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഇതേപോലെയാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങ ചിരകിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബാലൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ അടിയെത്തുമ്പോൾ ഒക്കെ നമുക്ക് ചിരകാരൊക്കെ മടിയായിരിക്കും. അപ്പോൾ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിക്കൂല. അപ്പോൾ കുറച്ച് തേങ്ങ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കേടാവാതെ ഒരുപാട് നാൾ എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഉള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇത് പുറത്ത് വെക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ കിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ തേച്ചിട്ട് ഒന്നെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിടുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു കുപ്പിയിലിട്ടിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നാൾ എന്ത് ചെയ്യും, ഇതേപോലെ വെച്ചാൽ കേടാവാതെ തന്നെ കിട്ടും. കവറിലോ പാത്രത്തിലോ ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, തീപ്പെട്ടി ഉപയോഗിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ലേറ്ററാണ്, എന്നാലും തീപ്പെട്ടി ഉപയോഗിക്കുന്നവർക്കുള്ളൊരു ടിപ്പാണ്. ഇപ്പോൾ തണുപ്പ് കാലമാണല്ലോ അല്ലേ, തീപ്പെട്ടി എത്ര ഉണ്ടായാലും കത്തൂലല്ലോ, തണുപ്പടിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അതൊന്ന് ആ ഒരു തണുപ്പടിച്ചത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു ബോട്ടിൽ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക, എന്നിട്ട് അതിലേക്ക് തീപ്പെട്ടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് അരിമണി, നമ്മളെ ചോറൊക്കെ അരിമണി ഉണ്ടല്ലോ, അതിട്ടിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ തീപ്പെട്ടി ഇതേപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മഴക്കാലത്ത് തീപ്പെട്ടി തണുപ്പടിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ കഴിയും കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഇതേപോലെയുള്ള മരത്തിൻ്റെ ചിരവായിരിക്കുമല്ലോ, ചിരവയോ അല്ലെങ്കിൽ പത്തിരിക്കോലോ കയ്യിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. മഴക്കാലമാകുമ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കൂലേ. അത് ഒഴിവാക്കാൻ വേണ്ടി നന്നായി കഴുകി ഉണക്കിയ ശേഷം എന്ത് ചെയ്യുക, കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക, അല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ. നന്നായിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചെടുക്കുക കേട്ടോ. വെയിലില്ലാത്ത സമയമായത് കൊണ്ട് വെയിൽ ഒളിക്കാൻ കഴിയൂല. അപ്പം വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് വെയിലൊളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് എണ്ണ തേച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ തീപ്പെട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ വന്നത്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ നനഞ്ഞതോ അതേപോലെ തണുപ്പടിച്ചതോ ഒക്കെ ആയ തീപ്പെട്ടിയാണ് എങ്ങനെ കത്തിക്കാന്ന് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ടാണ് കേട്ടോ കാണിച്ചിരുന്നത്. അപ്പോൾ അത് വെള്ളമാക്കിയതിന് ശേഷം ഞാനിതൊന്ന് ഒരുതിയിട്ട് കാണിച്ചത്, അത് കത്തുന്നില്ല കണ്ടോ. ഇതിൻ്റെ കൊള്ളിയും മരുന്നൊക്കെ ഇതേപോലെ ഇതായി പോവാണ്, കണ്ടില്ലേ നിങ്ങൾ. എന്തായാലും കത്തൂല, അത് ഉറപ്പാണ്. വെള്ളമാക്കിയാൽ പിന്നെ അത് കത്താൻ ചാൻസ് ഇല്ല. അതിന് വേണ്ടി ഞാൻ എന്താ കുറച്ച് പൗഡർ തീമിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ പൗഡർ നമ്മൾ എന്ത് ചെയ്യുക, തേച്ച് കൊടുക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കൊള്ളി എടുത്തിട്ടൊന്ന് കത്തിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് അരിച്ചിട്ട് കണ്ടോ, നന്നായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ തീപ്പെട്ടിയൊക്കെ കത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത് നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ആറാമത്തെ ടിപ്സ് എന്താ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മൾ ചിലപ്പോൾ രാവിലെ എളുപ്പത്തിന് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ എന്ത് ചെയ്യും, പിന്നെ മൈദൻ്റെ പത്തിരിയൊക്കെ ഉണ്ടാക്കില്ലേ. മൈദൻ്റെ പത്തിരി ആകുമ്പോൾ പെട്ടെന്ന് റെഡി ആയി കിട്ടും അല്ലേ. അപ്പോൾ അതൊന്ന് കട്ടല്ലാതെ നല്ല സോഫ്റ്റിലും അതേപോലെ സ്മൂത്തിൽ പരത്തിയെടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈദ ആദ്യം ഒന്ന് വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ ദോശ എന്താവും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതേപോലെ നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടോ, നല്ല തിന്നായിട്ട് നമുക്ക് ഈ ഒരു ദോശ കിട്ടിയിട്ടുണ്ട്. അല്പം വെളിച്ചെണ്ണയും കൂടി, ഒരു മുട്ടയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ട ഇല്ലാതെയും കിട്ടും, പക്ഷെ മുട്ടയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം മുരിച്ചിട്ടാണ് എടുക്കുക. മുരിച്ചിട്ട് എടുക്കുമ്പോഴാണ് ആ ഒരു പൊറാട്ടൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ഭാഗം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് 7ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം.
ഇനി അടുത്തത് ഉരുളക്കിഴങ്ങ് 1 മാസം വരെ എങ്ങനെ ഇത് വാടാതെ അതേപോലെ മുളയ്ക്കാതെയൊക്കെ സൂക്ഷിക്കാന്നുള്ളതാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയ ഒരു ടിപ്സാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ എന്താ ചെയ്യല് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കിട്ടിക്കുകയാണെങ്കിൽ കൊണ്ടുവന്ന് അന്നപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കും. ആ പ്ലാസ്റ്റിക്കിന്റെ കവറിലേക്ക് ആ ഉരുളക്കിഴങ്ങ് ഞാൻ എന്ത് ചെയ്യും, മാറ്റി വെക്കും. അതിന് ശേഷം എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒന്ന് കൊളുത്തിയിടും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുക്കുക, എന്നിട്ട് എവിടെയെങ്കിലും ഹാങ്ങിങ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ കൊളുത്തിട്ടിട്ട് വെക്കുക. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തീർച്ചയായും നല്ലൊരു ടിപ്പാണ്. ഉരുളക്കിഴങ്ങ് മുളയ്ക്കൂല, വാടുകയൊന്നും ചെയ്യൂല കേട്ടോ. ഉരുളക്കിഴങ്ങ് സ്വന്തം വെക്കണം കേട്ടോ, അതിൻ്റെ കൂടെ വേറെ ഒന്നും വെക്കരുത്. ഇനി അടുത്ത 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് മല്ലിച്ചപ്പും കറിവേപ്പിലും എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ മല്ലിച്ചപ്പ് ഞാനിതാ ഇതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ വേരൊന്നും കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ വെക്കലാണ് കേട്ടോ. ആദ്യം ഞാൻ ഇതിൻ്റെ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വെക്കലായിരുന്നു. അങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് ചീഞ്ഞ് പോയി, പിന്നെ ഏറിയാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചീഞ്ഞു കേട്ടോ. പക്ഷേ ഈ ഒരു വേരോടുകൂടി ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ മല്ലിച്ചപ്പ് ചീഞ്ഞു പോവാതെ കിട്ടും കേട്ടോ. അതേപോലെ ഒരു സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് വെക്കുക. അതേപോലെ കറിവേപ്പില ഇതേപോലെ നമുക്ക് തണ്ടോട് കൂടിയിട്ടും വെക്കാം, പിന്നെ ഇതേപോലെ ഈരിയിട്ടും വെക്കാം കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഒരുപാട് തണുപ്പില്ലാത്ത കുറച്ച് താഴെ വെച്ചാൽ മതി. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടാവാതെ കിട്ടും കേട്ടോ. ഇനി അടുത്തത് 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഒരാളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, എന്ത് കറി വെച്ചാലും ഭയങ്കര മധുരമായി പോകും, അത് എന്തുകൊണ്ടാണെന്ന് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ടിപ്സാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാനിതാ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഉള്ളിയും ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഉള്ളിയും തക്കാളി ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബീഫ് കറിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ വാടി ഉള്ളിയും തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ നല്ല പേസ്റ്റ് പോലെ വാടി വരുന്ന കേട്ടോ. ആ ഒരു സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, വഴറ്റണം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. എന്താണ്, നമ്മൾ മഞ്ഞൾപ്പൊടി, അതേപോലെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ബീഫ് മസാല, പെരിഞ്ചീരകണ്ട് അതും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ 2 ഉള്ളി എടുക്കുകയാണെങ്കിൽ ഒരു 3-4 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനനുസരിച്ചുള്ള മസാല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കറിക്കൊക്കെ ഒരു മധുരമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ മസാല ചേർത്ത് കൊടുത്താൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുത്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ഈ ഒരു മസാല ഇറച്ചിയിൽ പിടിക്കാത്ത പോലെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കണ്ടോ, ഇപ്പം തന്നെ ഇറച്ചിയിൽ മസാല പിടിച്ച പോലെയല്ലേ. ഇതൊന്ന് കുക്കറിൽ വിസിലടിച്ചെടുക്കുമ്പോൾ നല്ലോണം മസാല പിടിച്ച് നല്ല റെഡിയായി വരികയും ചെയ്യും കേട്ടോ. ഇപ്പം തന്നെ കാണുമ്പോൾ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ച് വെന്ത പോലെയല്ലേ. അപ്പം ഈ ഒരു രീതിയിൽ വേണം, ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട കേട്ടോ. അത് ബീഫാണ്. അപ്പോൾ ഇതേപോലെ നല്ല ഡ്രൈ ആക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിസിലടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കിയതിന് ശേഷം ഏത് കറിയാണെങ്കിലും നമുക്ക് തോന്നുകയാണ് ഇതിൽ മസാല ഒന്നും പിടിച്ചിട്ടില്ല, ഒന്നും റെഡി ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി കട്ട് ചെയ്തിടുക. ഇതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് ഇതേപോലെ എന്ത് ചെയ്യുക, 1 ടീസ്പൂണ് മുളക് പൊടി, അതിൻ്റെ കൂടെ വേണമെങ്കിൽ വേറെന്താ മസാല, ബീഫ് മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ എൻ്റെ കറിയിൽ എല്ലാ മസാലയും അത്യാവശ്യത്തിന് നല്ലോണം ഉണ്ട്. അതിനെക്കൊണ്ട് ഞാനത് കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കാണിച്ചത് കേട്ടോ. ഇതേപോലെ കുറച്ച് ബീഫ് മസാലയും അതേപോലെ പെരിഞ്ചീരകവും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, എണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കറിയിൽ മസാല പിടിക്കാത്ത പോലെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ കുക്കർ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല തിക്കുള്ളൊരു കറിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ തിക്കായി നല്ല സൂപ്പറായി കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് കറി തന്നെയാണിത്. വെറൈറ്റിയത് തന്നെയെന്ന് പറയാം. അപ്പോൾ നെയ്സ് പത്തിരിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആണ് ഇതിൻ്റെ കൂടെ, കണ്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ടിപ്സുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.